ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും മറ്റൊരു പുതിയ റെസിപ്പി വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ് മുട്ട ബജ്ജി. ഓരോരുത്തരും പല രീതിയിലാണ് അത് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള മുട്ട ബജ്ജീൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണിത്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പ് ഒരു 250 ml ആണ് ഇതിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ്. ഇത് വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ്. അപ്പോൾ അതും കൂടെ ഒരു 2 ടേബിൾ സ്പൂണ് അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ ചേർക്കുന്നത് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പാണ്. അതിനുശേഷം അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂണോളം മുളക് പൊടിയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ചേർക്കുന്നത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്, 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പം നമ്മുടെ മസാലയും അതേപോലെ തന്നെ ഉപ്പും എല്ലാം അതിലോട്ടേക്ക് നന്നായിട്ട് പിടിക്കുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതൊരു മാവ് ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ മുട്ട ബജ്ജീൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതിൻ്റെ മാവൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്. സാധാരണ നമ്മൾ മുട്ട ബജ്ജി ഉണ്ടാക്കുക കടലമാവൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ. ഇപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻസ് ഞങ്ങളെ അറിയിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ സെറ്റായി വരുന്നുണ്ട്. ഒരുപാട് ലൂസും ആവണ്ട, ഒരുപാട് കട്ടിയിലും ആവണ്ട. ഏകദേശം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ബാറ്ററിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ മുട്ടേൻ്റെ പീസും എടുത്തിട്ട് ഇതിലോട്ടേക്ക് മുക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ബാറ്ററിലോട്ടേക്ക് മുക്കിയിട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ. ഞാൻ മുട്ട ഇതുപോലെ 4 പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു സിംഗിൾ മുട്ടേനെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. കുക്കിങ്ങിൽ ബിഗിനേഴ്സിനുള്ള കാര്യമാണ് ഇനി പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മൾ ഇതുപോലെ ഐറ്റംസ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരിക്കലും ഭയങ്കര ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്, പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം ഓയിൽ നന്നായിട്ട് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അത് കുക്കിങ്ങിലെ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റി വെക്കാം. ഏകദേശം ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് വറുത്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ ബാക്കിയുള്ള മുട്ടയും കൂടെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ മിക്കവാറും കഴിക്കുന്ന മുട്ട ബജ്ജിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. സാധാരണ നമ്മൾ കടലമാവ് വെച്ചിട്ടുള്ളതായിരിക്കും കഴിക്കുക. അപ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്, ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ ഒരു മുട്ട ബജ്ജി കഴിക്കാനായിട്ട് അതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു എപ്പിസോഡിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.